കൊല്ലം കോർപ്പറേഷനിൽ UDF-ഉം BJP-യും തമ്മിലുള്ള സംഘർഷം തുടരുന്നു. കൗൺസിൽ ഹാളിൽ എടാപോടാ വിളിയുമായി UDF BJP അംഗങ്ങൾ. മേയറിന് ആർജവമില്ല എന്ന് BJP തന്നെ ആർജവം പഠിപ്പിക്കേണ്ട എന്ന് മേയറും പ്രതികരിച്ചു. ദൃശ്യങ്ങളിലേക്ക്. രാഹുൽ ജിനാഥ് കൊല്ലത്ത് നിന്നും ചേരുന്നുണ്ട്. രാഹുൽ, അങ്ങനെ നിലവാരമില്ലാത്ത രീതിയിലേക്ക് ഈ കൗൺസിൽ യോഗം മാറുകയാണ്. BJP-ക്ക് നിലവിൽ അംഗങ്ങൾ കൂടുതലാണ് ഇത്തവണ, അറിയാം. എങ്ങനെയാണ് ഈ സംഘർഷം പോകുന്നത്? എപ്പോഴായിരുന്നു? ആരൊക്കെയാണ് അതിന് മുന്നിട്ട് നിന്നത്? കൊല്ലം കോർപ്പറേഷനിൽ UDF-ഉം BJP-യും തമ്മിലുള്ള സംഘർഷം അങ്ങനെ തുടരുന്നു. കൗൺസിൽ ഹാളിലൊക്കെ നിലവാരമില്ലാത്ത രീതിയിലേക്ക് ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ വോട്ട് നൽകിയ ആളുകൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ മാതൃകാപരമായിട്ട് പെരുമാറേണ്ട ആളുകളാണ്. അങ്ങനെ ഒരു ഹാളാണിപ്പോൾ അന്തസ്സില്ലാത്ത രീതിയിലേക്ക് എടാപോടാ വിളിയുമായി മാറുന്നത്. UDF-ഉം BJP-യും അംഗങ്ങൾ പരസ്പരം പോരടിക്കുന്നു എന്നതാണ്. രാഹുൽ, കേൾക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് എത്തിയത്? രാഹുൽ, അങ്ങനെ ചേരി തിരിഞ്ഞ് അവിടെ കൂട്ടമായി മാറി നിന്നുള്ള പോർവിളിയാണ് പരസ്പരം മുഴക്കുന്നത്. എന്തുകൊണ്ടാണ് അതിൻ്റെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? കഴിഞ്ഞ ദിവസമാണ് കോർപ്പറേഷൻ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ച ഈ കൗൺസിൽ ഹാളിൽ നടന്നത്. ആ ഘട്ടത്തിൽ പല അഭിപ്രായങ്ങൾ ഉയർന്നു. ആ സമയത്താണ് കോൺഗ്രസിന്റെ പ്രതിനിധി നരേന്ദ്രമോദിയെ കൊള്ളക്കാരനെന്ന് വിശേഷിപ്പിച്ചത്. ആ പ്രസ്താവനയാണ് ആദ്യം വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. മറുപടിയായി BJP അംഗങ്ങൾ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും എന്ന തരത്തിലൊരു പ്രസ്താവന നടത്തുന്നു. പിന്നീട് തമ്മിൽ ചേരിതിരിഞ്ഞ് വാക്കുതർക്കമായി അത് കയ്യാങ്കളിയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി. പിന്നീടാണ് കുറച്ച് BJP പ്രവർത്തകർ കൗൺസിൽ ഹാളിലേക്ക് കയറുന്നൊരു സ്ഥിതി ഉണ്ടായത്. അങ്ങനെ തമ്മിൽ കയ്യാങ്കളിയുടെ വക്കിലെത്തി കോർപ്പറേഷന് തൊട്ട് മുന്നിൽ വെച്ച് പോലും, അതായത് കോർപ്പറേഷൻ ഹാളിന് തൊട്ട് മുന്നിൽ വെച്ച് പോലും വലിയ സംഘർഷം ഉണ്ടായി. ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ BJP പ്രവർത്തകൻ കോൺഗ്രസ് പ്രതിനിധികളെ, കൗൺസിലർമാരെ തുപ്പി പ്രതിഷേധം നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇതെല്ലാം വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് പോയി. ഇന്ന് മേയർ ഈ സംഭവങ്ങളെ അപലപിച്ചു. ഇതൊന്നും നടക്കാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ മേയർക്കെതിരെയും വലിയ പ്രതിഷേധമുണ്ടായി. LDF മേയർക്ക് അനുകൂലമായി നിലപാടെടുത്തു. അപ്പോൾ മേയറോട് ആർജവം കാണിക്കണമെന്നാണ് BJP പ്രവർത്തകർ ആവശ്യപ്പെട്ടത്. BJP കൗൺസിലർമാർ ആവശ്യപ്പെട്ടത്. ആർജവം തന്നെ പഠിപ്പിക്കേണ്ട എന്ന് AK ഹഫീസ് കൊല്ലം മേയർ തിരിച്ചു മറുപടിയും പറഞ്ഞു. അങ്ങനെ ഭയങ്കര കലുഷിതമായിരുന്നു എന്തായാലും ഇന്ന് കോർപ്പറേഷൻ ഈ കൗൺസിൽ ഹാളിലെ രംഗങ്ങൾ. അതെന്തായാലും ഇനിയും പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, കൊല്ലം കോർപ്പറേഷനിലാണ് UDF-ഉം BJP അംഗങ്ങളൊക്കെ തന്നെ ചേരിതിരിഞ്ഞ് ഇങ്ങനെ പോർ വിളിക്കുന്നത്. അന്തസ്സില്ലാത്ത രീതിയിലേക്ക് വാചകങ്ങളൊക്കെ തന്നെ പോകുന്നു എന്നാണ് ദൃശ്യങ്ങൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാകുന്നത്.